താഴോട്ട് വരട്ടെ, അത് താഴോട്ട് വരട്ടെ, അത് താഴോട്ട് വരട്ടെ. ഒരു രക്ഷയില്ല. 30 രൂപക്കാരായാലുണ്ട്, 25 രൂപയ്ക്ക് ഞാൻ തരും. 30 രൂപക്കാരിലുണ്ടേ പറഞ്ഞാൽ 30 രൂപ വരെ എത്ര രൂപയ്ക്ക് കിട്ടിയാൽ 30 രൂപ നമുക്ക് വരാൻ പറ്റും? അല്ല 20 15 കൊടുക്കില്ല, 20 വിളിച്ചു, 10 രൂപ ലാഭം ഉൾപ്പെടെ 10. അങ്ങനെ അല്ലല്ലോ ഉണ്ടാക്കിയത്, ഉണ്ടാക്കുന്നത് ഒരാളല്ലേ. അപ്പൊ ഒരു മാനുഫാക്ചറിങ് അതിനൊരു കോസ്റ്റ് ഇല്ലേ? കപ്പ് വേണം, കോരി പിടിക്കാനുള്ള സാധനം വേണം, അയാൾക്കൊരു ഫ്രീസ് ചെയ്ത വണ്ടി വേണം, മാനുഫാക്ചറിങ് കോസ്റ്റ് വേണം, അയാൾക്കും ടാക്സും ഫീസും എല്ലാം, അയാളുടെ ലാഭം കൂടെ ഒരു 10 രൂപ കൂടും. ഇനി എത്ര വേണ്ട? 10 രൂപ. 10 രൂപയ്ക്ക് 1 കിലോ കപ്പപ്പൊടിക്ക് 22 രൂപ വില കപ്പപ്പൊടി. അപ്പൊ കപ്പപ്പൊടിയും കാട്ടിയും കുറഞ്ഞൊരു സാധനം തിന്നാൻ കൊള്ളാമെന്ന് പറഞ്ഞു. മൈദയ്ക്ക് 10 രൂപ ഉള്ളൂ, 10 രൂപ ഉള്ളൂ നമ്മുടെ. രൂപപ്പൊടിക്ക് 800 രൂപ. ഇതാണ് സാധനം. ബോട്ടി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട? മൃഗങ്ങളുടെ കുടലും പണ്ടവും മൂക്കള ഇവിടുന്ന് തലച്ചോറ് ഇവിടുന്ന് മേലോട്ട് പോകുന്ന സാധനം ഒന്നും ആരും എടുക്കത്തില്ല. അതൊക്കെ ഇനി വരും. കുടലിനകത്തുനിന്ന് നല്ല കുടലും പണ്ടവും കൽഷാപ്പുകാരനും പിന്നെ ഹോട്ടലുകാർ വലിച്ചിട്ട് പോകും. അവര് പിന്നെ അതിനകത്തുനിന്ന് വലിച്ചു പറിക്കുന്ന സ്ഥലസാധനങ്ങളുണ്ട്. ഈ കുടലിനകത്തുനിന്ന് ഒരു പരിവെപ്പുണ്ട്, അറിയാം? അതാണ് വലിക്കുന്നത്. ആ വലിച്ചെടുക്കുന്ന സാധനം ഉൾപ്പെടെ എടുത്തുകൊണ്ട് അരച്ച് ഉണക്കി ബ്ലീച്ച് ചെയ്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയാണ് ഈ ബോട്ടിപ്പൊടി. ഇതിനകത്ത് മൃഗങ്ങളുടെ കുടലും പണ്ടവും ഈ മൂക്കുമൊരു മേലോട്ടുള്ള തലച്ചോറുകളുള്ള സാധനം, ചെവിയൊന്നും ബോട്ടിക്കാരെടുക്കത്തില്ല, അകിടെടുക്കത്തില്ല, പിന്നെ വാലെടുക്കത്തില്ല. അരയാൻ പറ്റുന്ന സാധനം എല്ലാം കൂടെ അരച്ച് ഈ അകിടിന്റെ മേലൊരു പശയുണ്ട്, അതെല്ലാം കൂടെ അരച്ച് ഉണക്കി പൊടിച്ചു വെച്ചിരിക്കുന്ന ബോട്ടിപ്പൊടിയാണ് ഇത്. ഇതാണ് ഐസ്ക്രീമിന്റെ ബേസ്. അല്ല മനസ്സിലായ? ഐസ്ക്രീം ബേസ് ഇത് ഞാൻ പറയുന്നതല്ല, അവിടെ തെളിവുണ്ട്. മൊത്തവും സാധനം തരാറ് നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് അല്ല, ഇതല്ലേ തമാശയല്ല. നമ്മളൊക്കെ ശബരിമലയിലും അമ്പലത്തിലും ഒക്കെ പോകുമ്പോൾ ഇത്രയും വലിയ വ്രതം എടുത്തിട്ട് തമിഴന്മാരൊക്കെ വരുന്ന അറിയുമോ? ഇവിടുന്ന് ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ എത്ര നല്ല രീതിയിൽ പവിത്രമായിട്ട് വന്ന് ചെരുപ്പ് പോലും ഇടാതെ പീരീഡ് സമയം ആയതുകൊണ്ട് പെണ്ണുങ്ങളെ പിന്നെ മുറിയിൽ പോലും കയറാതെ വേറെ വാടകയ്ക്ക് വീടെടുത്താണ് അവർ താമസിച്ചിട്ട് ഇത്രയും പവിത്രമായിട്ട് വന്നിട്ട് അവരറിയുന്നു ഇവിടെ വന്നിട്ട് മോട്ടി അടിച്ചിട്ടാ കയറി പോകുന്നത്. അല്ല പക്ഷേ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഐസ്ക്രീം തരുന്നില്ലേ? ഇത് പഠിച്ചിട്ടാണ് അവർ കയറിപ്പോകുന്നത്. അത് സന്നിധാനത്തിന്റെ മേലിലത്തെ നടപ്പന്തലിന്റെ വലത്ത് വശത്തിരിക്കുന്ന അവിടെയുണ്ട് ബോട്ടി. അവിടെയാണ് നമ്മൾ അറിയാതെ നമ്മൾ പറ്റിക്കപ്പെടുന്നു. നമ്മളാരും അറിയുന്നില്ല. അവിടെ ഇരിപ്പുണ്ട് ഐസ്ക്രീം. ഐസ്ക്രീം വെജിറ്റേറിയൻ ആണോ? അല്ല. അവിടെ ആരപ്പം? ഇവിടെ നിയമപരമായിട്ട് യാതൊരു തടസ്സവുമില്ല. മുട്ട ചേരുന്നിടത്തോളം കാലം വെജിറ്റേറിയൻ അല്ലല്ലോ. അല്ലേ? അതല്ലേ ബോട്ടി തിന്നൂടാൻ ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? എല്ലാ ഹോട്ടലിലും കഴിക്കുന്നതിന്. അപ്പൊ നിയമപരമായിട്ട് യാതൊരു തടസ്സവുമില്ല. ടെക്നോളജി മാറിയെന്ന് മാത്രം. ഇനി അതിനകത്ത് ചേരുന്ന ഓരോ സാധനങ്ങളുടെ പേര് കേട്ടോളൂ. ഡൈഈഥൈൽ ഗ്ലൂക്കോൾ, ഇത് വേദന സംഹാരിക്കാത്ത ലേപനങ്ങളിൽ ചേർക്കുന്ന ഒരു സാധനമാണ്. അത് മുട്ടയ്ക്ക് പകരം ചേർക്കുന്നു, മുട്ടയല്ല ചേർക്കുന്നത്. അതിന് പകരം ചേർന്ന കെമിക്കൽ ഇപ്പൊ കാണിച്ചില്ല ഇതുള്ള എസൻസുകൾ. പെപ്പറോണൽ അതെന്ന് പറയുന്നത് ഈ പേനെ നശിപ്പിക്കാനായിട്ട് നമ്മൾ വയ്ക്കുന്ന മെഡിക്കെയർ, അതിന് പകരം ആ പെപ്പറോണൽ എന്ന് പറയുന്ന സാധനമാണ് ഈ പേനെ നശിപ്പിക്കുന്ന പേൻ നാശിനി. അതാണ് ഇതിനകത്ത് വാനിലേക്ക് പകരം ചേർക്കുന്നത്. അപ്പൊ ഒരു ഐസ്ക്രീമിന്റെ പാക്കറ്റ് തേടിച്ച് തലയെ ശരിക്ക് തേച്ച് പിടിപ്പിക്കാൻ ഒരു പേനും കാണില്ല. പേനെ നശിപ്പിക്കാൻ പറ്റും. പെപ്പറോണൽ അതാണെങ്കിൽ, സയൻസ് ശരിയാണെങ്കിൽ ഒരു ഐസ്ക്രീം കൊണ്ട് പേനെ നശിപ്പിക്കാം. അത് വാനിലേക്ക് പകരം ചേർക്കുന്നു. പണ്ട് അറിയുമോ 1200 രൂപയൊക്കെ വാനിലേക്ക് കയറിയതാ. ഈ എസൻസ് മാർക്കറ്റ് വന്നപ്പോഴാണ് 200 ആയത്. ഇതൊക്കെ നമ്മൾ പഠിക്കണം, ചിരിച്ചാ പോരാ. സത്യം പറയാണ്, ഇതൊക്കെ എങ്ങോട്ടാ പോണേന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. പെപ്പറോണൽ. അടുത്തത് ആൽഡിഹൈഡ്, അത് പ്ലാസ്റ്റിക്കിന് റബ്ബറിന് നിറം കൊടുക്കുന്ന സാധനം. അത് ചെറിയുടെ മണത്തിന് പകരം ചേർക്കുന്നു, ചെറി. ഈഥൈൽ അസിറ്റേറ്റ്, അത് പിന്നെ എല്ലാവർക്കും അറിയാലോ. ഈഥൈൽ അസിറ്റേറ്റ് നേന്ത്രപ്പഴത്തിന്റെ അല്ല കൈതച്ചക്കയുടെ മണം. കൈതച്ചക്കയുടെ മണത്തിന് പകരം ഈഥൈൽ അസിറ്റേറ്റ് ആണ് ചേർന്നത്. അതെല്ലാവർക്കും അറിയാലോ. ബ്യൂട്ടൽഡിഹൈഡ്,
അത് റബ്ബറിന്, സിമെന്റ് എന്നിവയ്ക്ക് ചേർക്കുന്ന ഒരു ചേരുവയാണ്. അത് കശുവണ്ടിയുടെ മണത്തിന് വരും ചേർക്കുന്നത്. കശുവണ്ടിയുടെ മണം വേണില്ലേ? നമ്മള് റേഡിക്കകത്ത് ചിലപ്പോൾ കേൾക്കുന്നില്ലേ, അമ്മയെ ബദാം മണക്കുന്നല്ലോ, കേട്ടിട്ടില്ലേ? റേഡിക്കകത്ത് രാവിലെ പരസ്യം ബിസ്ക്കറ്റിന്റെ പറയുന്നില്ലേ, അമ്മയെ ബദാം മണക്കുന്നു, കശുവണ്ടി മണക്കുന്നു, കേട്ടിട്ടില്ലേ? അതാ നമുക്കത് മതിയല്ലോ. ഇവിടെ ഖാദി ബോർഡില് യഥാർത്ഥ പുൽത്തൈല വിധി കൊണ്ട് വെച്ചാൽ ഇവിടെ ചന്ദനത്തിന്റെ തൈലം ഒരു മനുഷ്യൻ മേടിച്ചില്ല. ഇപ്പൊ അവർ സിന്തറ്റിക് കൊണ്ട് വെച്ചപ്പം ചൂടപ്പം വിറ്റുമല്ലോ വിറ്റുപോന്ന്. നമുക്ക് ഒറിജിനൽ പറഞ്ഞിട്ടില്ല. അത് സാഹിബിനാണ് വന്നിരിക്കുന്നത്. സാഹിബ് ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകും. അത് ഓൾഡ് ഒറിജിനൽ അവിടെ നിന്ന് എല്ലാം കെമിക്കൽ ഇങ്ങോട്ട് കൊണ്ടു. ഇതെല്ലാം സാഹിബിന്റെ നാട്ടിൽ നിരോധിച്ച സാധനം. അടുത്തത് ബെൻസീൻ അസിറ്റേറ്റ്, അത് നൈട്രേറ്റ് ലായകം, അത് സ്ട്രോബെറിയുടെ മണം. ആമിൽ അസിറ്റേറ്റ്, അത് എണ്ണച്ചായകളുടെ ലായകം, അത് നേന്ത്രപ്പഴത്തിന്റെ മണം. ഇതാണ് മണങ്ങൾ. ഇതാണ് നിങ്ങൾ ഈ കണ്ട ഓരോരോ കെമിക്കലിന്റെ ഓരോരോ പേരാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം കൂടാണ് നമ്മൾ റെഡിയാക്കി. ഇത് വാനിലയുടെ എസൻസ് ഞാൻ നേരത്തെ ഇപ്പൊ കാണിച്ചല്ലോ. ഇപ്പൊ ഞാൻ സാർ വായിച്ചില്ലല്ലോ. ഇത് വാനില ഐസ്ക്രീമിന്റെ ഫ്ലേവർ ഇതിന്റെ കൂടെ ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് പൊട്ടാസ്യം മെറ്റാബൈറ്റ്, കസ്റ്റർഡ് പൗഡർ. കസ്റ്റർഡ് പൗഡർ ഇത് മൂന്നൂടെ ചേരുമ്പോൾ വാനില ഐസ്ക്രീമാണ്. മനസ്സിലായോ? ഇതാണ് നമ്മള്. എനിക്കിതിലെല്ലാം സങ്കടം, ബോട്ടി തിന്നാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ 5 രൂപയുടെ ഒരു ഐസ്ക്രീം മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും തിന്നാനുള്ള ആസക്തി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഇതൊക്കെ പോട്ടെ, ബോട്ടി കഴിഞ്ഞിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടുത്ത ഭാഗമാണ് പ്രശ്നം. അതിനകത്ത് ഡ്രഗ്സ് ചേർക്കുന്നുണ്ട്, സ്റ്റീറോയിഡ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തിന്നത്. നിങ്ങൾ ഇന്ന് കഴിച്ചോണ്ടിരിക്കുന്ന മയക്കുമരുന്ന്. ഇതിപ്പോ ഓരോ ക്വാർട്ടർ കഴിച്ച് പിള്ളേർ കൊടുക്കുന്നേ, ഓരോ സ്പൂണ്. ഇതിന് അന്തസ്സായിട്ട് പറയാം, എന്റെ കുട്ടിക്ക് ഞാൻ ക്വാർട്ടർ കൊടുക്കുന്നത്. ക്വാർട്ടർ കുടിച്ചാൽ ഇത്രയും കുഴപ്പമില്ല. പക്ഷെ ഈ മയക്കുമരുന്നുണ്ടല്ലോ, ഡ്രഗ്സ്, കോർട്ടിസോണും സ്റ്റിറോയിഡും, ഇത് തനി ഡ്രഗ്സ് ആണ്. ഈ ഡ്രഗ്സ് ചേർത്തുകൊണ്ടാണ്, ഈ ഐസ്ക്രീം വെച്ചുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും തിന്നാനുള്ള ആസക്തി ഉണ്ടാകുന്നത്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർക്ക് വേണ്ട. 100-150 രൂപയുടെ ഐസ്ക്രീം വീട്ടിലുണ്ടാക്കിയാൽ കുട്ടികൾക്ക് വേണ്ട. കുട്ടികൾക്ക് ഈ 5 രൂപയുടെ മതി. എന്തേ കാരണം? തിരക്ക്. അപ്പൊ മനസ്സിലാവും. നിങ്ങൾ സ്റ്റീറോയിഡ് വീട്ടിൽ ഇടുന്നില്ല, നിങ്ങൾ വീട്ടിൽ മയക്കുമരുന്ന് ഇടുന്നില്ല, മറ്റോ മയക്കുമരുന്ന് ഇടുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ 150 രൂപയുടെ ഐസ്ക്രീം ഉണ്ടാക്കിയാൽ വീട്ടിൽ കഴിക്കില്ല. സിമ്പിൾ മെത്തേഡ്. നിർത്താം. ഇതാണ് കുട്ടികൾക്കും നിങ്ങളൊക്കെ ആവശ്യം എന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഇതൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇത് ഇല്ലെങ്കിൽ സാധനം ഇല്ലല്ലോ. ഉണ്ടാ എന്തുകൊണ്ടായാലും ശരി അവിടെ ഐസ്ക്രീമാണ്. അപ്പൊ അത് വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോട്ടി അടിക്കുന്നത്. അതിന്റെ പുറത്ത് ഇതും ഡ്രഗ്സും കൂടെ. എന്തിനാ ഇങ്ങനെ? നമുക്ക് നിർത്താം. ആദ്യം അവിടെ ഇരിക്കട്ടെ. അടുത്തത്, അപ്പൊ ഐസ്ക്രീമിന്റെ ഐസ്ക്രീം കൊണ്ടുള്ള 3 ദോഷങ്ങൾ പറഞ്ഞല്ലോ. നേരത്തെ ഒന്ന്, ഇതിനകത്ത് പോട്ടിയാണ്, അത് വേറെ സത്യം. രണ്ടാമത് മണങ്ങളല്ല, സിന്തറ്റിക് ആണ്. 2, 3 ഇതിനകത്ത് ഡ്രഗ്സ്. 4 നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഈ തണുത്തത് ഇതൊന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ കയറൂല. കാരണം നേരത്തെ തണുത്ത 0 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഉള്ളിലോട്ട് പോകുന്നത്. അതുകൊണ്ട് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറിനെ നശിപ്പിക്കുന്നു. ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോ കുട്ടികൾ ഇതിലല്ലേ കരയുന്നു. ഇതില്ലാതെ കുട്ടികൾക്ക് പറ്റത്തില്ലാന്നോ കുട്ടികൾ വാശി പിടിക്കുമല്ല. വീട്ടിലൊരാൾ വരുമ്പോ അവർ കൊണ്ട് കൊച്ചുങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ച് കൊടുക്കും. വേണ്ട മക്കളെ വേണ്ട. അത് അവരോടും പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മളും പറയാം. നമുക്ക് നിർത്താൻ പറ്റുമെന്നേ. നമ്മളൊക്കെ കൊടുക്കാതിരിക്കുന്നു. നമ്മളൊരു ഫംഗ്ഷനിൽ പോകുമ്പോ നമ്മൾ നിർത്താൻ പറ്റും. നമ്മുടെ വീട്ടിൽ നിർത്താൻ പറ്റില്ലേ? നിർത്താമല്ലോ. അപ്പൊ നമുക്ക് ഊണ് കഴിച്ചിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് പോകാം. എണ്ണയാണ് അടുത്ത വെടിക്കട്ട് അതിനകത്തിരിക്കട്ടെ അല്ലേ? എണ്ണയ്ക്ക് ഒരു മിനിമം ഒരു അരമണിക്കൂർ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ആയുർവേദത്തിലോട്ട് വരും. പ്രതിവിധി ഒന്നും പറഞ്ഞില്ല. പ്രതിവിധി ഇതൊക്കെ പഴയ ഭക്ഷണങ്ങൾ കഴിക്കുക. മഞ്ഞപ്പൊടിക്കും ആരെങ്കിലും നിയമപരമായി പോകുമ്പോ കൊച്ചു പിള്ളേര് ഉള്ളവർക്ക് ഇത് മതി. അത് കാണും. എന്റെ മോനാണെങ്കിൽ സ്ഥിരം അതിങ്ങനെ വാങ്ങിച്ചോണ്ട് വരും. അമ്മ തിന്നൂലല്ലോ. ഞാൻ അപ്പോഴേ എനിക്ക് ഇങ്ങനെ TV കാണുമ്പോ ഇങ്ങനെ ആ ഒരു ദിവസം ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, അത് കൊച്ചല്ല, വലുതാണ്. ഗ്രീൻ ഇതൊക്കെ നമ്മുടെ ഐറ്റം. ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ച് തിന്നുന്നത് തന്നെ. നമ്മളെടുത്ത് നോക്കും. 2 തന്നെ ഇരിക്കുമ്പോ ഏത് കമ്പനി
ഫോർ ഇൻഡസ്ട്രിയൽ യൂസ്. എന്താ ഇൻഡസ്ട്രി? പൊട്ടിച്ച് കാണത്തില്ല. ആ. അത് കണ്ടാ അല്ല മതിയല്ലോ. അത് കള്ളല്ല. ഈ ഇതൊക്കെ അതാണ്. സദ്യ അത് നമ്മളിപ്പോ ഈ സദ്യക്ക് കഴിക്കാൻ പോകുന്ന ഈ അവിയലിലും അല്ലെങ്കിൽ പായസത്തിലും ബിരിയാണിയിലിട്ടേക്ക് നട്ടിപ്പരിപ്പ് എടുത്ത് കഴിച്ചു നോക്കിയാൽ അപ്പൊ അറിയാം ടേസ്റ്റിന് വ്യത്യാസം. വ്യത്യാസം. കിടന്നിട്ട് പുല്ലില് ഇങ്ങനെ കടിച്ചു കടിച്ച് തിന്ന കാണാം. പൂച്ച അത് അവരുടെ വയറ് ഇത് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്തല്ലോ ഓരോ ഇതൊക്കെ. പിടിച്ചു വെച്ചെടുത്ത് അല്ല അങ്ങനെ തീർച്ചയായും കഴിച്ചു കഴിഞ്ഞാൽ